ആ പറയും രാഘവേട്ട. ആണോ? സ്ഥലം വിറ്റുപോയോ? ആ ആ ആ ആ മൂപ്പരുണ്ടാവുമ്പോ തന്നതല്ലേ അല്ലേ? അത് സാരമില്ല, മൂപ്പരവനെ വേണ്ട കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞങ്ങനെ വിട്ടതല്ലേ. ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പലിശ വേണ്ട, നിങ്ങൾ തന്ന പൈസ മാത്രം തന്നാൽ മതി, പലിശയൊന്നും വേണ്ട. അന്ന് എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും മതിയേ പലിശ? നിങ്ങൾ പറഞ്ഞത്രയൊന്നും വേണ്ട. ആ മൂപ്പർ 8 ലക്ഷമല്ലേ തന്നത്? നിങ്ങളൊരു 50,000 എന്തെങ്കിലും കൂട്ടിയിട്ടേ 8 ലക്ഷം തന്നാൽ മതി. വേണ്ട രാഘവേട്ടാ, 10 ലക്ഷം ഒന്നും വേണ്ട. 3-4 വർഷമല്ലേ ആയിട്ടുള്ളൂ. ആ ആ ശരി, എന്നാ എന്തെങ്കിലും ചെയ്യ്. പിന്നെ കൊണ്ടുവരിക മോനെ. എന്താ ചെയ്യണ്ടേ? മോനെ വിടാനാ? ആ ആ ആ ശരി, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ പോരെ? ഓ ശരി, കയ്യിലെടുത്ത് വെച്ചോ. അങ്ങനൊന്നും ഇല്ല. പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇത്രയും ഗൂഗിൾ പേയും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതല്ലേ മൂപ്പര് അന്ന് കൈക്കൊണ്ട് തന്നത്, 3-4 വർഷം മുൻപല്ലേ. ആ അന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ മോൻ്റെ അടുത്ത് പറയാം. ശരി ശരി, എന്നാ ശരി. അന്ന് മൂപ്പരുണ്ടാകുമ്പോൾ പൈസ കടം കൊടുത്തതാ കൂട്ടുകാരന്. അന്ന് കൊടുത്തത് എവിടെയും പോകില്ല പറയുന്നില്ലേ. ആളില്ല, കൊടുത്ത പൈസ ഇതാ തിരിച്ചു തരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നു. ചേച്ചി ഇതോടെ വെക്കണ്ടേ, എടുത്തോട്ടോ. മോനെവിടെ? ആ മോനെ, രാഘവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ 3-4 വർഷം മുൻപേ 8 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ അവരുടെ സ്ഥലമൊക്കെ വിറ്റുപോയി പറഞ്ഞിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ അത്ഭുതമായിരിക്കുന്നല്ലേ. നമ്മൾ പോയെന്ന് വിചാരിച്ച പൈസ അല്ലേ, അതിപ്പോ തിരിച്ചു കിട്ടാൻ പോവാ? വെറുതെ പറയുന്നതാണോ അതോ ശരിയുള്ള തന്നെയാണോ? വെറുതെ അല്ല മോനെ, അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല അച്ഛന്റെ ഫ്രണ്ട്. അച്ഛനുള്ള സമയത്ത് അവർ രണ്ടാളും ഒരുമിച്ച് തന്നെ അങ്ങോട്ടും അങ്ങോട്ടും പോക്കും വരവും നടത്തിയേക്ക നമ്മളൊക്കെ ഒരു കുടുംബം പോലെ നടന്നതാ. മൂപ്പർക്ക് തരാനില്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് വരത്തുമില്ല പോക്കുമില്ല ഒന്നും ഇല്ലാണ്ടിരുന്നതാ. അപ്പൊ ആ സ്ഥലം വിറ്റു, അതിന് പലിശയും കൂടി തരാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു പലിശയൊന്നും വേണ്ട, അങ്ങനത്തെ അതാണെങ്കിൽ അന്നൊരു 50,000 രൂപ എന്തെങ്കിലും തന്നാൽ മതി കൂടുതൽ പറഞ്ഞപ്പോ 2 ലക്ഷം പലിശ തരാന്ന് പറയണം. 10 ലക്ഷം ഉറുപ്പ്യ തരാം, നിന്റെ മോനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എന്താ ഇത് പലിശ ഒരാൾ ഇങ്ങോട്ട് തരാൻ നിൽക്കുമ്പോ വേണ്ടാന്ന് പറയാ? അത് 4 വർഷമായില്ലേ പൈസ കൊടുത്തിട്ട് കിട്ടില്ലാന്ന് വിചാരിച്ച സാധനം, അതിന്റെ പലിശയും കൂടെ തരാൻ നിൽക്കുക. അമ്മേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വെറുതെ വെച്ച് നീട്ടാൻ പാടില്ല. ഞാനിപ്പോ തന്നെ ചെന്നിട്ട് പൈസ മാറ്റി വരട്ടെ. അമ്മ ഏട്ടനെ എങ്ങോട്ട് പോയതാ? അവൻ രാഘവേട്ടൻ വിളിച്ചിട്ട് പോയതാ മോളെ. പണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. കൊറേ ആയി, പിന്നെ അത് വേണ്ട ആവശ്യം ഞങ്ങളും വിട്ടു, അച്ഛനൊന്ന് കൊടുത്തതാ. ചെറിയ ചെറിയ മൂപ്പർക്ക് സ്ഥലം എവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും വില കിട്ടില്ല. ഇപ്പൊക്കെ റോഡൊക്കെ വന്ന് നല്ല വില കിട്ടി അത്ര വിറ്റപ്പോ. അപ്പൊ പൈസയും പലിശയായിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അത് വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാ അവൻ. 10 ലക്ഷം രൂപയോ? ഇത്രയും പൈസ ഒരാൾ കടം കൊടുത്തു? സംഭവം തന്നെ അല്ലേ അച്ഛൻ? ഇല്ല, 8 ലക്ഷം അച്ഛൻ കൊടുത്തുള്ളൂ. മൂപ്പര് പലിശയും കൂട്ടി 10 ലക്ഷം തരാന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ട പറഞ്ഞു, കേൾക്കണ്ടേ? അയ്യോ, അതൊന്നും വേണ്ടാന്ന് പറയല്ലേ. ആരെങ്കിലും വെറുതെ കിട്ടുന്ന 2 ലക്ഷം രൂപ വേണ്ടാന്ന് വെക്കും അമ്മേ, അത് ഇന്നത്തെ കാലത്ത്? ശരിക്കും പറഞ്ഞാൽ നമ്മള് പലിശയൊന്നും വാങ്ങാൻ പാടില്ല. അച്ഛനും അയാൾ അത്രയും ഫ്രണ്ടാ. പിന്നെ അച്ഛനും ഒരു കച്ചവടം തുടങ്ങി, അയാൾ അത് കണ്ടിട്ട് വേറൊരു കച്ചവടം മൂപ്പരും തുടങ്ങി. അച്ഛന് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇങ്ങ് ഉയർച്ചയിലെത്തി. മൂപ്പര് കച്ചവടം പൊളിഞ്ഞു. അങ്ങനെ അച്ഛൻ സഹായിച്ചു അന്നത്തെ കാലത്ത്. ഇതിപ്പോ ഞാൻ പറഞ്ഞു കുറച്ചെന്തെങ്കിലുമൊക്കെ ഗൂഗിൾ പേ ചെയ്താൽ മതി പറയാം. മൂപ്പര് സമ്മതിക്കുന്നില്ല, ഒന്നിച്ച് കൈ തരാൻ പറഞ്ഞിട്ട് ഇപ്പൊ മോനെ പോകാൻ പറഞ്ഞിരിക്കുക. പൈസ ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കില്ല അമ്മേ. മൂപ്പർക്ക് അന്ന് പൈസ കൊടുത്തല്ലേ, 1 രൂപ പോലും പലിശ വാങ്ങാണ്ട്. ഇപ്പൊ പിന്നെ അയാൾ ഇങ്ങോട്ട് തരാന്ന് പറയല്ലേ, അത് നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നല്ല സമയത്ത് തന്നെയാ ഈ പൈസ കിട്ടുന്നത്. ഏട്ടൊന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. മോളാകുമ്പോ ചായ ഉണ്ടാക്കും, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരട്ടെ. സന്ധ്യ ആ കുഞ്ഞു കാരണം ഞാൻ അവനെടുക്കാൻ പോട്ടെ. അതിനെന്തായാലും കൊടുക്കത്തിരി വയറ്റിലേക്ക്, കുഞ്ഞ് വിശന്നിട്ട് കരയ്യ. അമ്മ ഇവിടെ കാണാം. അമ്മ ഇതാ പൈസ കിട്ടിട്ടോ. ആ മോൻ വന്നോ? എന്താ ഇത്ര നേരം വൈകിയത്? എന്ത് ചെയ്യാനമ്മേ, പുള്ളിനെ വിടണ്ടേ? അച്ഛന്റെ പുള്ളിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന്. അതൊക്കെ പോട്ടെ, എന്നാ പൈസ എടുത്ത് വെച്ചു.
വേണ്ട മോനെ, പൈസ എൻ്റെ അടുത്ത് നിന്ന് തരണ്ട, നീ തന്നെ വെച്ചോ. ആ എന്നാ പിന്നെ ഞാൻ വെക്കാം. ശ്രുതി, നീ എവിടെ? അതും പോയി. എന്തിനാ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ വാങ്ങിയിട്ട് വെറുതെ പൈസ കളയാൻ നിൽക്കുന്നത്? ഇതിനേക്കാളും നല്ലതേ നെറ്റ് ഇടുന്നതാ. എടാ ഇതിലേ ഒരു 10 ലക്ഷം രൂപയുണ്ട്, നീ സേഫ് ആയിട്ട് എടുത്തത്. അയ്യോ, ഇത്ര പെട്ടെന്ന് പൈസ കിട്ടിയോ? ആ ഞാൻ ചെന്നപ്പോഴത്തേനെ അവര് പൈസയൊക്കെ എടുത്ത് വെച്ച് റെഡിയായി നിൽക്കുക. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു, അത് ലേറ്റായി പോരും. താ എന്നാ സൂക്ഷിച്ചു വെക്കണേ. കുറെ പിന്നെ പ്രത്യേകിച്ച് പറയണം. അതെ, ഇതങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? അത് എൻ്റെ ആങ്ങളയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൈസൻ്റെ കാര്യം. അപ്പോൾ അവരും കുറേ മാസങ്ങളായി ഒരു കാറ് വാങ്ങുന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷം. ചേച്ചി എന്നാലും ഒരു 4 ലക്ഷം രൂപ തന്നിട്ട് ഒന്ന് സഹായിക്കാൻ പറയും ഏട്ടനോട്, പെട്ടെന്ന് തിരിച്ചു തരാം. 4 ലക്ഷം രൂപ കൊടുത്തിട്ടേ ഒരു കാറ് വാങ്ങാന്നുള്ളതാവും പറയുന്നത്. അത് ശരി, ഇവിടെ പൈസ വീട്ടിലെത്തിയപ്പോഴത്തേനും ആവശ്യക്കാരൊക്കെ ആയോ? എടേ ഇത്രയും വലിയ 4 ലക്ഷം രൂപ അവൻ എടുത്തു കൊടുത്തിട്ട് അവനല്ല ജോലിയും കൂലിയും ഉണ്ടാവും. ആ പൈസ തിരിച്ചു തരാൻ എങ്ങനെ തിരിച്ചു വാങ്ങും? ആദ്യം അവനൊന്ന് കൊടുക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തിരിച്ചു വാങ്ങണ കാര്യമൊക്കെ. ഇപ്പൊ തൽക്കാലം എൻ്റെ ആങ്ങളയ്ക്ക് ജോലി ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പൈസ തിരിച്ചു തരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിക്കോളും. ഏട്ടനിപ്പോ പൈസ തിരിച്ചു കിട്ടിയാൽ പോരെ. അതുമല്ല, ഇത് അമ്മയുടെ പൈസ അല്ല, അല്ലാണ്ട് ഏട്ടന്റെ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന പൈസ ഒന്നല്ലല്ലോ. അമ്മയ്ക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിലും അത് വെറുതെ ഒരു സേവിങ്സ് ആയിട്ട് വെക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവന് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മേനോട് ഒന്ന് ചോദിക്കണ്ടേ? അമ്മേന്റെ പൈസ അല്ലേ. അമ്മേനോടൊക്കെ ചോദിച്ചിട്ട് നടക്കുന്ന കാര്യമാണോ അത്? അമ്മേന്റെ പൈസ ആണെങ്കിൽ ഇപ്പോൾ ഏട്ടന്റെ കയ്യിലല്ലേ ഉള്ളത്. ഈ കാര്യമൊന്നും അമ്മ അറിയാൻ പോകുന്നില്ല. അല്ലെങ്കിലും ഇതൊക്കെ അമ്മ അറിയാണ്ട് ചെയ്യണേ നല്ലത്. കാരണം ഇനി അമ്മ വന്നിട്ട് അതും ഇതും പറഞ്ഞ് മുടക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ. ഞാനാണല്ലോ അവനോട് പറഞ്ഞും പോയി പൈസ തരാന്ന്. അവൻ ആഗ്രഹിച്ചു നിൽക്കുക. ആരും തൽക്കാലം അറിയാണ്ടായിട്ടാ നമുക്ക് കൊടുക്കാം. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. $10 ലക്ഷം. ആ മോളെ, അത് കിട്ടി. നിന്നോട് വിളിച്ച് പറയുന്നു വിചാരിച്ചായിരുന്നു ഞാൻ. ആ എന്നാ പിന്നെ നീട്ടി വെക്കണ്ടല്ലോ, ഇവിടെ പൈസ ഇപ്പം ഉണ്ടല്ലോ. എപ്പോഴാ വേണ്ടത്? ആ ആ എന്നാ ആയിക്കോട്ടെ, അത് നിർത്തി വെക്കണ്ട, അത് നടന്നോട്ടെ. ഞാൻ എന്നാ ഏട്ടൻ്റെ അടുത്ത് പറയാം കേട്ടോ. ആ എത്രയാണ് വേണ്ടത്? ആ ആ ശരി ശരി, എന്നാ അത് പറയാം അവൻ്റെ അടുത്ത്. ശരി മോനെ, മോനെ, എന്തമ്മേ? മോനെ മഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ പോരൻ്റെ വാർപ്പ് നിർത്തി വെച്ചിട്ട് കുറേ ആയില്ലേ. ഇപ്പം അവൾ ഇന്ന് പറയായിരുന്നു ഒരു 3 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ വാർപ്പം കഴിപ്പിക്കായിരുന്നു അമ്മയെന്നുള്ളത്. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു, നമുക്ക് പൈസ കിട്ടിയെന്നുള്ള കാര്യം. അപ്പോൾ അവൾക്ക് ചെറിയൊരു സമാധാനമായിട്ടുണ്ട്. 3 ലക്ഷം ഉറുപ്പിക കൊണ്ട് കൊടുത്താലോ? അതിനിപ്പോ എന്തമ്മേ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടല്ലോ. എന്തോ അവള് ഭാഗ്യം പോലെ കറക്റ്റ് ടൈമിന് പൈസയും കിട്ടി. അമ്മയോട് വിളിച്ചു പറഞ്ഞോ, നമുക്ക് പൈസ കൊടുക്കാം. എന്നാ ഞാൻ അവൾ ഇപ്പം തന്നെ വിളിച്ച് പറയാ ഇങ്ങോട്ട് വരാൻ. നേരിട്ട് കയ്യിൽ തന്നെ പൈസ കൊടുക്കാലോ. എന്നാ പിന്നെ ഒരാഴ്ച കൊണ്ട് വാർപ്പ് തുടങ്ങാമല്ലോ അവൾക്ക്. വെറുതെ തന്നെ അവളെ കഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ വരെ വരുത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്ക് പൈസ അവിടെ കൊണ്ടേ കൊടുക്കാം, വീടും കാണാലോ. എന്നാ പിന്നെ ഞാൻ ഇപ്പം തന്നെ വിളിക്കട്ടെ മോനെ. ആ ഒരു സമാധാനത്തിലിരുന്നോട്ടെ. ആ മോളെ, അമ്മ ഇറങ്ങാനായോ അവിടുന്ന്? ആ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ആണോ? ഏട്ടൻ പറയാം നമുക്ക് എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാലോ എന്ന് പറയാ. എന്താ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, നിങ്ങൾ വരണ്ട. ഞങ്ങളെല്ലാം അങ്ങോട്ട് ഒരുക്കി വരാൻ വേണ്ടിയിട്ട്. മോൻ പോയി രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, എന്തിനാ അമ്മ അത്? ഞങ്ങൾ ഇതവിടെ കോഴിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. അത് സാരമില്ല മോളെ, എനിക്ക് കുഞ്ഞുങ്ങളുടെയും കൊണ്ടാവില്ല. ഞാൻ ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളിപ്പോ എത്താം. ഒരു കാര്യം ചെയ്യ്, പൂഴിയും കല്ലൊക്കെ മെറ്റിലൊക്കെ ഇറക്കാൻ പറയ്. അത് ഇവിടുന്ന് നിങ്ങളെല്ലാരും വന്ന ശേഷം പൈസ കിട്ടിയ ശേഷം പറയാന്നിരിക്കും ഏട്ടൻ. എന്താ ഈ പറയണത്? പൈസ ഞങ്ങളുടെ കയ്യിലില്ലേ, ഞങ്ങളിപ്പോ എത്താം. നീ എല്ലാം ഇറക്കാൻ പറഞ്ഞു, പണിക്കാരനി നാളെ പറഞ്ഞോ. പിന്നെ അമ്മ വേറൊരു കാര്യമുണ്ട്. ഒരു 1.5 ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലേ വേറെ കുറച്ച് പണികളും കൂടി തീർക്കായിരുന്നാ പറയുന്നത്. അപ്പൊ ഒരു കുറി കിട്ടാനുണ്ട്. അപ്പൊ പിന്നെ ഇത് വാർപ്പ് കഴിഞ്ഞിട്ടേ
കുറി കിട്ടുമ്പോഴത്തേക്ക് ആ 1.5 ലക്ഷം തിരിച്ചു തരാം. ആ അതിനെന്താ മോളെ, അപ്പൊ 4.5 ലക്ഷം വേണം അല്ലേ? ആ ഞങ്ങളിപ്പോ കൊണ്ടുവരാം. മോൾ ധൈര്യമായിട്ടിരുന്നോ, ടെൻഷനേ അടിക്കണ്ട. ആ, 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എത്തും. ഓ ആയിക്കോട്ടെ ശരി, ഞാൻ ഏട്ടനോട് പറയാം. ആ ശരി ശരി. ആ മോനെ. ആ അമ്മേ, അമ്മയോട് വിളിച്ച് പറഞ്ഞോ നമ്മൾ പോകുന്ന കാര്യം? ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ 3 പോരാ, ഒരു 4.5 ലക്ഷം ഉറുപ്പ്യ എടുക്ക്. ആ തേപ്പും കൂടി കഴിഞ്ഞോട്ടെ. 4.5യോ? അമ്മ എന്താ നീ പറയുന്നത്? തൽക്കാലം നമ്മൾ 3 കൊടുക്കാന്ന് പറഞ്ഞേ, അത് കൊടുത്താ പോരെ? 4.5 കൊടുക്കാൻ നിൽക്കണോ? അല്ല മോനെ, നീ ഇപ്പൊ ഒരു 4.5 എടുക്ക്. അവൾക്കൊരു കുറി കിട്ടാനുണ്ട്, കിട്ടിയ ശേഷം തരാന്നാ പറഞ്ഞത്. ആ തേപ്പും കൂടി നടന്നോട്ടടാ, അവൾക്കൊരു സമാധാനം ആയില്ലേ. അവളിപ്പോ പറഞ്ഞതാ അമ്മ 1.5 ലക്ഷം കൂടി കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുപോകാം അമ്മേ, കുറി കിട്ടിയിട്ട് തരാന്നുള്ളത്. എന്നാ പിന്നെ ആയിക്കോട്ടെ അമ്മേ, ഇതിൽ അവൾക്കൊരു ഉപകാരമായില്ലേ. പിന്നെ അവളുടെ വീട് പണി ചെയ്തെങ്കിൽ നമുക്ക് സമാധാനമായി. എത്ര കാലം വെച്ചാൽ ഷെഡിൽ കിടക്കുക. അതുകൊണ്ടാ മോനെ ഞാനും ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. വേഗം വീട് പണിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. എന്താ അമ്മ ഇത്? പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലിരുന്നോട്ടെ. ഇപ്പൊ തന്നെ ഭാഗം വെക്കാനൊക്കെ തുടങ്ങിയോ? അന്ന് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് 50,000 കൊടുത്തല്ലേ. ഇതിപ്പോ 4.5 ലക്ഷം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ തിരിച്ചു തരും? നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? 50,000 രൂപ അന്ന് കൊടുത്തു എന്ന് പറഞ്ഞാ നമ്മള് കൊടുക്കണ്ടേ? ആ തറയിടുമ്പോ കൊടുത്തതല്ലേ. ഇപ്പൊ നിങ്ങളുടെ ആരും കൈ നേരത്ത് കൊടുക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ. അച്ഛൻ ഏതോ കാലത്ത് ആർക്കോ കൊടുത്തു, ആ പൈസ തിരിച്ചു കിട്ടി. അപ്പൊ അവളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിച്ചു തരുന്നതാണോ നീ ചോദിക്കുന്നത്? അതിന് നിനക്ക് എന്താ കുഴപ്പമുള്ളത്? അവളൊരു ആവശ്യം വരുമ്പോൾ ഞങ്ങളല്ലാണ്ട് വേറെ ആരെ സഹായിക്കാം അവളെ? അത് ഞങ്ങളുടെ കടമയും കൂടെയല്ലേ. അയ്യോ കൊടുക്കരുത് എന്നല്ല പറഞ്ഞേ, കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അന്ന് കൊടുത്ത 50,000 ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതിന്റെ കൂടെ ഇത്രയും രൂപ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ തിരിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എന്തെങ്കിലും നമ്മൾ തിരിച്ചു ചോദിക്കാൻ ചെന്നാല് അത് നമുക്കും ഒരു വിഷമം തന്നെയാ. കാരണം അവരുടെ സാഹചര്യം വെച്ചിട്ട് ഈ അടുത്തൊന്നും അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അവരൊരുമാതിരി ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആകില്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ എന്തായാലും ഈ വീടിന്റെ ഭാഗം കൊടുക്കാനുണ്ട്. അപ്പൊ പിന്നെ ഈ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടേ അത് ഭാഗമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വരവൊക്കെ നിൽക്കുമല്ലോ. ഓ അപ്പൊ അത് ശരി. അപ്പൊ എൻ്റെ മോൾ ഇവിടെ വരുന്നത് എനിക്ക് വലിയ പ്രശ്നമാണല്ലേ. ഈ 5 ലക്ഷം കൊണ്ട് കണക്കാക്കിയിട്ട് എഴുതി വാങ്ങുക. വീട്ടിൽ ഭാഗവുമില്ല. ഇനി അവൾ ഇങ്ങോട്ട് വരരുതല്ലേ. മോളെ, അതൊന്നും ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാത്ത കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എൻ്റെ മോളെ ഇങ്ങോട്ട് വരാണ്ടാക്കിയിട്ട് ഈ പൈസയും കൊടുത്തിട്ട് എൻ്റെ കുട്ടിനെ കൊണ്ട് ഞാൻ എഴുതി വാങ്ങുക. നീ എന്താ പറഞ്ഞത്? അവളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ട് അത് അവൾക്ക് കൊടുക്കുന്ന ഭാഗമായിട്ട് കണക്ക് കൂട്ടിട്ട് അവളെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ? നീ എന്താണ് ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? നീ വിചാരിച്ചോ നിന്റെ ആംഗ്ലേനെ പോലുള്ള ബന്ധമാണ് ഞങ്ങളെന്ന്? അങ്ങനത്തെ ഒരു ബന്ധമല്ല എനിക്ക് എൻ്റെ പെങ്ങള് ഞാനായിട്ടുള്ളത്. എൻ്റെ പെങ്ങൾ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് വിട്ടു എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ അവളെ ഇങ്ങനെ പറിച്ച് വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല. ഇത് അവളുടെയും കൂടെ വീടാ. അവൾക്ക് എപ്പോൾ തോന്നുന്നു ഇവിടെ വരുന്ന അവൾക്ക് വരികയും ചെയ്യാം. അതിനുള്ള അധികാരം അവൾക്കുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേനും ജോലിയും കൂലില്ലാത്ത നിന്റെ ആങ്ങളയ്ക്ക് കാറ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം രൂപ ഒരു ഉടുപ്പില്ലാണ്ട് ചോദിച്ചില്ലേ? നിനക്കും അറിയാം അവനത് തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന്. അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ലേ നീ ചെയ്തത്. ഇതിപ്പോ എൻ്റെ പെങ്ങൾക്ക് ഒരു വീടിന്റെ അത്യാവശ്യം വന്നപ്പോൾ അവൾക്ക് പൈസ കൊടുക്കണ്ടെന്നായി. ഇനിയിപ്പോ കൊടുത്താൽ തന്നെ ആ പൈസ തിരിച്ചിട്ടെന്നുള്ള ടെൻഷൻ വേറെ. ഭാഗം കൊടുത്ത് അവളെ ഈ വീട് അങ്ങോട്ട് ഒഴിവാക്കുന്നു. പിന്നെ അവളെ വീട്ടിലേക്ക് കയറണ്ടെന്നായി. എന്തൊക്കെ പ്രശ്നങ്ങളാ നിനക്ക്. മോളെ, അങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോഴേ സൂക്ഷിക്കണം കേട്ടോ. നീ ഒരു കുടുംബത്തിൽ പിറന്ന കുട്ടിയല്ലേ. നിനക്കുമില്ലേ അച്ഛനോ അമ്മയോ ആങ്ങളെയൊക്കെ. ഇനിയിപ്പോ അവന് കുറച്ച് കഴിഞ്ഞാൽ അവനും കല്യാണം കഴിയില്ലേ. അപ്പൊ നിന്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഒരു 2 ലക്ഷം 4 ലക്ഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആങ്ങളുടെ ഭാര്യ പറയാല്ലേ, ചേച്ചിക്ക് തന്നെ ഒപ്പിട്ട് കൊടുക്കി. പിന്നെ അവൾ ഈ അധികാരം മറ്റേ ഈ വീട്ടിലേക്ക് വരില്ലല്ലോ എന്നുള്ളത് അല്ലേ. നീ ഒരു 4-5 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയിട്ടേ നിന്റെ ആങ്ങളുടെ ഭാര്യ അവളുടെ അടുത്ത് ഒപ്പിട്ട് പേപ്പറിങ് വാങ്ങി ഇനി കുടുംബത്തിലേക്ക് അവൾ കടക്കണ്ടെന്ന് പറഞ്ഞാലോ നിനക്ക് എങ്ങനെ ഉണ്ടാവും വിഷമം? ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. നിന്നെ ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നപ്പോഴേ നീ വേറെ ഇവൻ വേറെ അവള് വേറെ എനിക്കില്ല. നിങ്ങൾ 3 ആളും എനിക്ക് ഒരുപോലെയായിരുന്നു. നീ ആയിട്ട് അവരെ ആങ്ങളെയും മേങ്ങളെയും പിരിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. എനിക്ക് എൻ്റെ 2 മക്കളും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി എന്നും ഇരിക്കണം. അതേ എനിക്ക് വേണ്ടത്. എപ്പോൾ വേണമെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടിൽ വരാം പോകാം. അതിലുള്ള അധികാരം അവൾക്ക് ഇവിടെ ഉണ്ടാവണം. ഭാഗത്തിന്റെയും പൈസന്റെയും അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ബന്ധത്തിന് എന്നും വിലയുണ്ടാവണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മോളെ. പൈസ അവൾ കുറി കഴിച്ചിട്ട് തിരിച്ചു തരാന്നാ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ വാങ്ങണം, വേണമെങ്കിൽ നമുക്ക് വേണ്ട. അവൾക്കും സഹായം ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ബാക്കി 5 ലക്ഷം ഉണ്ടല്ലോ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നീ കൊടുത്തോ. അപ്പന് ശരിയായില്ലേ?
എന്നോട് ക്ഷമിക്കണം ഏട്ടാ. ഞാൻ എൻ്റെ വിവരക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ തന്നെ പൈസ കൊടുക്കാൻ പോ. ഞാനും വരാം. നീ പോയി റെഡി ആയിട്ടോ. അമ്മേ ഞാനും വരുന്നുണ്ട് കേട്ടോ.